Hello everyone, welcome back to Xylem Learning. It's me, Jamshad. നമ്മുടെ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, പ്രത്യേകിച്ച് ആനുവൽ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ആനുവൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, സെറ്റ് ആക്കാം. ഇതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൺ ബിലോ യൂസിങ് അപ്രോപ്രിയേറ്റ് phrasal verbs from the given in the bracket. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് phrasal verbs ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. when E.V. Lucas മിസ് ബീമിന്റെ ആ ഒരു സ്കൂൾ ഉണ്ടല്ലോ, യെസ്, ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ദ സ്കൂൾ ഫോർ സിമ്പതി, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. E.V. Lucas dash Miss Beam school. He dashed a strange sight. A girl whose eyes were bandaged when was being led by another girl. He could not dash what he saw. ഇവിടെ ഓരോന്നിന്റെ മീനിങ് നോക്കുന്ന സമയത്ത് മേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, മനസ്സിലാക്കുക എന്നുള്ള മീനിങ് ആണ്. കം അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നതിനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടുക. ടേൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു എന്നുള്ള അർത്ഥമാണ്, സംഭവിച്ചു. കോൾ അച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എന്നുള്ള അർത്ഥമാണ്, സന്ദർശിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഇത്രയും അർത്ഥം നമുക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഗസ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഏതാണ്? when E.V. Lucas dash Miss Beam school. E.V. Lucas എന്തായപ്പോൾ ആ ഒരു സ്കൂള് സന്ദർശിച്ചപ്പോൾ, അല്ലേ? ആൻസർ കിട്ടിയല്ലോ. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആൻസർ എന്താക്കുക, നിങ്ങൾ ഗസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ എന്റെ ആൻസർ, എ കോളറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നോക്കിക്കോ, അടുത്തത് മിസ് ബീം സ്കൂൾ. ഓക്കെ, അങ്ങനെ സന്ദർശിച്ചപ്പോൾ ഹി ഡാഷ് എ സ്ട്രേഞ്ച് ഗേൾ. ഒരു സ്ട്രേഞ്ച് ഗേളിനെ, അത്ര പരിചിതമല്ലാത്ത അല്ലെങ്കിൽ വളരെ എന്താ പറയാ സാധാരണ കാണുന്നത് പോലത്തെ അല്ലാത്ത ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഗേളിനെ എന്താക്കി മനസ്സിലാക്കിയെന്നാണോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയെന്നാണോ, സംഭവിച്ചതാണോ? ഈസിയാണ്. കെയിം അക്രോസ് എന്നുള്ളതാണ് അതിന്റെ ബിയുടെ ആൻസർ എന്ന് പറയുന്നത്. അവിചാരിതമായിട്ട് കണ്ടുമുട്ടി എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. എന്നിട്ടോ നോക്കിക്കോ, ആൻഡ് എ ഗേൾ ഹൂസ് ഐസ് വർ ബാൻഡേജ്ഡ്. അവളെ കണ്ണ് കെട്ടിയിട്ടുണ്ട്, ബാൻഡേജ് ഒക്കെ വെച്ച് കണ്ണ് കെട്ടിയിട്ടുണ്ട്. അവനെ ആ ഗേളിനെ മറ്റൊരു ഗേളാണ് ഇങ്ങനെ എന്താക്കുന്നത്, ഗൈഡ് ചെയ്യുന്നത്. ഹി കുഡ് നോട്ട് ഡാഷ് വാട്ട് ഹി സോ. അദ്ദേഹത്തിന് എന്താക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അദ്ദേഹം കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് ഡാഷ്. അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കുക, അറിയിക്കുക. എന്താണ് ഇതിന്റെ ആൻസർ? ഇവിടെ ഡിന്റെ മീൻസ് സിന്റെ ആൻസർ ടേൺ അപ്പ് ആണോ മേക്ക് ഔട്ട് ആണോ എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. സീന്റെ ആൻസർ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ ഏത് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നാളെ നമുക്ക് എന്ത് വരാനുണ്ടടാ? യെസ്, മെഗാ മാരത്തോൺ വരാനുണ്ട്. മെഗാ മാരത്തോണിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന് വേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റ് ആക്കുന്നതായിരിക്കും. ഈ ഒരു എഡിറ്റിംഗ് പാസേജ് നമ്മൾ ധാരാളം ചെയ്യുന്നതായിരിക്കും. സോ മിസ് ചെയ്യരുത്. ആ ഒരു ലൈവിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പവർ ആയിരിക്കും, വേറെ ലെവലായിരിക്കും. സോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നു വരുന്നത്. നിങ്ങൾ ഫ്രീ നോട്ട്സും അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ബൈ.